അല്ല ഖദീജ, ഞാൻ ഇവിടെ നോക്കുമ്പോഴൊന്നും അന്നെ കാണലില്ലല്ലോ. ഇജ്ജ് ഇവിടെ ഉണ്ടാവലില്ലേ? ആ ഞാൻ ഓടുക്കോവാനാണ്, ഞാൻ അതിന്റെ ഉള്ളിൽ ഉണ്ടാവലുണ്ടല്ലോ. അന്നല്ലേ കാണാത്തത്? അല്ല അന്റെ മരോള് ഇവിടെ ഇല്ലേ? ഓളതാ അതിന്റെ ഉള്ളില്. ഓൾക്ക് ഞാനൊരു പണി കൊടുത്തേക്ക്, അങ്ങനെ ഇപ്പൊ വെറുതെ ഇരിക്കണ്ട. അല്ല ഖദീജ, ഇജ്ജൊരു കാര്യം അറിഞ്ഞ? നമ്മളെ സൈനബാന്റെ മോളില്ലേ, ഓള് ഒരുത്തന്റെ കൂടെ ഒളിച്ചോടി പോയത്ര. ഏത്? നമ്മളെ തെക്കുന്ന് കടലത്തെ സൈനബാന്റെ മോളാ? ആ പെണ്ണേ പഠിക്കണ മുതലേ ഒരുത്തനായിട്ട് സ്നേഹത്തിലേന്നത്ര. ഇപ്പൊ എന്താ ഡിഗ്രിക്ക് അങ്ങനെ എന്തോ ആണ് തോന്നുന്നു പഠിച്ചത്. ഓന്റെ പിന്നാലെ പോയിക്കണ്. അല്ലെങ്കിലും ആ സൈനബാഗ് കുറച്ച് തണ്ട് കൂടുതലാണ്. ഓൾക്ക് അങ്ങനെ ഒരു പണി കിട്ടിയത് ഏതായാലും നന്നായി. ജേ അന്റെ മരോളൊന്ന് നോക്കിക്കോ, ഗൾഫാരിന്റെ പെണ്ണും കൂടെയാണ്. ചെലപ്പോഴേ ആരെങ്കിലൊക്കെ ഉള്ളിലുണ്ടാവും, ഒന്ന് സൂക്ഷിക്കണത് നല്ലതാണ്. ആര്? ഇന്റെ മരോളാ? ഇത് ഖദീജയാണ് ആള്. ഇന്റെ അടുത്ത് ഓളെ ഒരു തണ്ടു നടക്കൂല, അതിന് കുറച്ചൊന്ന് പൊളിച്ചു. ഇച്ച ആള് ഉസാറാന്ന് നിനക്കറിയാലോ. അന്റെ അടുത്താവൊന്നും നടക്കൂല. പോലും അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഓളെ നിക്കണത് ഇന്റെ പിന്നാലെ. എന്നാലും ഇതൊന്ന് അറിഞ്ഞിരിക്കണത് നല്ലതാണ്. എന്തൊക്കെ അറിയാം. നിന്റെ അടുത്ത് വില പോകൂല മോളെ. എന്നാ ആയിക്കോട്ടെ, ഞാനേ ആ പോണ പോക്കില്ല സൈനബാന്റോടെ ഒന്ന് കേറട്ടെ. ഓളവിടെ കരച്ചിലും കൊഴിച്ചിലും ഒക്കെ എന്നാ കേട്ടോ. എന്നാ ആയിക്കോട്ടെ, ഇജ്ജ് പോവാൻ നോക്ക്. ഇജിപ്പോ കൊടുക്കാ പോവാൻ നിക്കണത്? ഞാൻ കുളിക്കാൻ പോവാണമ്മ. അപ്പൊ ഈ പെരയത്തെ ബാക്കിയുള്ള പണിയൊക്കെ ആരെടുക്കുക? പണികളൊക്കെ കഴിഞ്ഞുമ്മ. ഇജ്ജ് ഇത് കൊണ്ടേങ്ങാണ്ട് ഒന്ന് തേങ്ങ അരച്ചാ. ആ കറിയിൽ തേങ്ങ അരച്ച് പറഞ്ഞാളാ. മുളകറി ഒന്നും വേണ്ട, എന്നും മുളകറി തന്നെ. മനുഷ്യനക്ക് ഇതിങ്ങനെ കൂട്ടി മടുത്തുകണ്. വെള്ളേക്ക് വെക്കാൻ പറ്റാത്ത സാധനം ഉണ്ടാക്കി വെക്കും. എടി ഫാത്തിമ, ഒരു ഗ്ലാസ് വെള്ളം ഇങ്ങോട്ട് കൊടുന്നടിക്കാ. ആമ്മാ, വെള്ളപ്പ കൊടുന്നേരാ. അല്ല ഇവിടെ അടിച്ചോരിട്ടൊന്നുമില്ല. കൊലായിലൊക്കെ ആകെ പൊടിയാണല്ലോ. ചൂലെടുത്തോർന്നുകാണ്ട് ഒന്നും കൂടെ ഇവിടെ അടിച്ചോരിക്ക. ഞാൻ ഇപ്പം കുറച്ചേരായിട്ടുള്ളൂ ഇവിടെ അടിച്ചോരിട്ട്. ഇജേ ഞാൻ പറയണാണ്ട് കേട്ടാ മതിട്ടാ. ഇജല്ല ഇവിടെ അമ്മായിമ്മ, ഞാനാണ് ഇവിടെ അമ്മായിമ്മ. ജയ് അന്റെ പണി നോക്കിക്കോ. പെണ്ണാള് കൊള്ളാല. ഫാത്തിമ, എന്തമ്മ? ഇജേ എന്റെ 2 തുണിയും കുപ്പായും തിരുമ്പാണ്ടോ, ഒന്ന് തിരുമ്പിക്ക. ഞാൻ എന്തായാലും തിരുമ്പി കുളിക്കാൻ പോവാൻ നിക്കാണ്. അപ്പൊ മെഷീനിൽ കുറച്ച് ഡ്രസ്സ് ഇട്ട് തിരുമ്പാണ്ട്. അപ്പൊ ഞാൻ തിരുമ്പിക്കോളാം. മെഷീനിലിട്ടിട്ട് തിരുമ്പേ? ഇന്റെ മെഷീനിലൊന്നും ഇട്ട് തിരുമ്പാൻ നിക്കണ്ട. കല്ലുമ്മ കുത്തി തിരുമ്പിയാ തന്നെ മതി, എന്നാ തന്നെ അത് വൃത്തിയാകുള്ളൂ. ഓളൊരു മെഷീനാണ്. അമ്മ, ഞാൻ കല്ലുമ്പോ തിരുമ്പിക്കോളാം. ആണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കാടി വെള്ളം. ഒരുപ്പും പുളിയും ഇല്ലല്ലോ. ഉള്ളിലേക്കും വെക്കാൻ വെച്ച പയ്യ മാതിരി കേറ്റൊന്നും കേറാൻ വെച്ച ഇതൊന്നും ഇവിടെ നടക്കാനുണ്ട്. ആരപ്പാ വരുന്നത്? പഠിച്ചാനെ, ഫാത്തിമാന്റെ തള്ളല്ല വരുന്നത്. ഇപ്പൊ ആ പെണ്ണതൊക്കെ അവിടെ കുറത്തി കൊടുക്കുകയൊക്കെ ചെയ്യണം. അപ്പൊ പിന്നെ എന്റെ തള്ളതാ വരുന്നുണ്ട് അവിടുന്ന്. ഇവിടെ നടക്കണ വല്ലോ ഇജ്ജ് എന്റെ തള്ളനോട് പറഞ്ഞാണ്ടല്ലോ, ഇജ്ജ് മേലെ പിന്നെ എന്റെ മോന്റെ പിന്നാലെ പൊറുക്കലുണ്ടാവൂല ട്ടാ. പറഞ്ഞില്ല വേണ്ട. അതാരേ വരുന്നത്? കേറി ഇരിക്കി ഫാത്തിമ, എന്റെ ഉമ്മതാ വന്നിക്കണേ. ഇവിടെ കേറി.
മോളവിടെ ഓള് പണിയിലാവൂലേ? പണിയിലൊന്നല്ല, ഓളതപ്പോ ഓന്റെ ഫോം വിളി കഴിഞ്ഞാണ്ട് കുളിച്ചാൻ പോവാൻ നിക്കണ്. ആ അമ്മ മോളെ വർത്താനൊക്കെ ഓൻ വിളിക്കലില്ലേ? ആ കൊഴപ്പില്ല അമ്മ, വിളിക്കലുണ്ട്. ഉമ്മ ആട്ടിക്ക് സുഖം തന്നെയല്ലേ ഇവിടെ? എന്താപ്പ എന്റെ കയ്യുമല്ലൊരു പാടൊക്കെ? സുഖാണമ്മ, അത് ചട്ടിന്റെ അവിടെ തട്ടിട്ട് പൊള്ളിയതാണ്. മോളെ അടുക്കളയിൽ പണിയൊക്കെ എടുക്കുമ്പോ ശ്രദ്ധിക്കണ്ട ഉമ്മാന്റെ കുട്ടി. ഞാൻ ശ്രദ്ധിക്കലുണ്ട് ഉമ്മ. ഉമ്മാന്റെ കുട്ടി ഉമ്മാനോട് നോണൊന്നും പറയല്ലല്ലോ. ഉമ്മാന്റെ കുട്ടിക്ക് ഇവിടെ സുഖം തന്നെ അല്ലേ? സമയത്തിനൊക്കെ ഉമ്മാന്റെ കുട്ടി ഭക്ഷണം കഴിക്കാൻ നോക്കട്ടാ. ഉമ്മ പോവാൻ നോക്കട്ടെ. ആ ആയിക്കോട്ടെ അമ്മ. എന്നാ ആയിക്കോട്ടെ, നേരെ ഇട്ടാവാൻ നിക്കണില്ലേ, ഞാൻ പോവാൻ നോക്കട്ടെ. ആയിക്കോട്ടെ. എന്നെ നേരെ ഇട്ടാ നിക്കണ്ട. ഫാത്തിമ ഉമ്മ അതാ പോവാൻ നിക്കണ്. ഇതൊന്നാണ്ടാ അതിന്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ പൊയ്ക്കോളാം. ഞാൻ ഇവിടെ നിന്നോട്ടെ. എന്നാ ശരി ഉമ്മ, ആയിക്കോട്ടെ. മോള് സഫിനെയാണല്ലോ വിളിക്കണത്, ഈ നേരത്ത് വിളിക്കലില്ലല്ലോ. ഹലോ ഹലോ. എന്താ മോളെ എന്തിനാ കരയണേ? ഉമ്മക്ക് ഇവിടെ നിക്കാൻ വയ്യമ്മ. എന്നെ ഒരുപാട് കഷ്ടപ്പെടുത്ത ഇവിടെ. ഞാൻ എന്ത് ചെയ്താലും ഇവിടെ കുറ്റാണ്. എന്റെ കുട്ടിക്ക് അങ്ങനെ ഒരു ഇടങ്ങേറ് അവിടെ ഉണ്ടാ? എനിക്ക് അതിന് കൂട്ടു നിക്കാണ്. എന്നിട്ട് ജന്തിയ മോളെ ഇത്രയും കാലമായിട്ട് ഉമ്മാനോട് ഇതൊന്നും പറയാഞ്ഞത്? ഇത്രയും കാലം ഞാൻ അമ്മ നിങ്ങളോടൊന്നും പറയാതെ മറച്ചു വെച്ചതാണ്. എനിക്ക് സഹിക്കാൻ വയ്യ. ഉമ്മ കുട്ടി ബേജാറാവണ്ട, ഉമ്മ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരാം. എനിക്ക് സഹിക്കാൻ പറ്റണേന്റെ അപ്പുറം സഹിച്ചമ്മ. എന്നാ ആയിക്കോട്ടെ അമ്മ, ഓരോ ആരെങ്കിലും കാണുമ്പോഴത്തേക്കും ഞാൻ വെക്കട്ടെ. എന്നാ ആയിക്കോട്ടെ മോളെ. അല്ലാ, എന്റെ കുട്ടിന്റെ ഒരു അവസ്ഥ. എന്റെ കുട്ടിക്ക് കണ്ണീരും പായേരും ആണല്ലോ അവിടെ. പഠിച്ചോനെ, എന്റെ മരോള് ഫാത്തിമല്ലത്. ഞാൻ പോളോടും ചെയ്യണത് തന്നെയല്ലേ. ഞങ്ങൾക്ക് എന്താ വില, വെറുതെ അവിടെ കിടന്ന് നാസാവാനാ. ഖദീജ, എന്റെ മരോളെ ഉമ്മല്ലേ 2 ദിവസം മുന്നേ ഇങ്ങോട്ട് വന്നീന്ന്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാ? ഇവിടെ എന്ത് പ്രശ്നോ? ഇവിടെ ഒരു പ്രശ്നമില്ല. ഇനി ഇജായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നിക്കണ്ട. ഓളമ്മക്ക് എന്താ ഓളെ കാണാൻ വരാൻ പാടില്ലേ? ഇതല്ല കഥ. അനക്ക് ഇതെന്തിന്റെ കേടാണ്? ഇജ്ജെന്തിനാ ഇപ്പൊ ഇന്റെ നേരക്ക് ഇങ്ങനെ മറ്റുള്ളവരെ കാര്യങ്ങൾ അവിടുന്ന് ഇവിടെ പറഞ്ഞിട്ടും ഇവിടെ ഉള്ളത് അവിടെ പറഞ്ഞിട്ടും ഇങ്ങനെ പറഞ്ഞു നടക്കാതെ ചന്റെ പെരയത്തെ കാര്യങ്ങൾ നോക്കാൻ നോക്ക്. ഈ നോണി ഏസണി ഉണ്ടാക്കി നടക്കണ കാര്യം കുറച്ചു നേരം ഒന്ന് പഠിച്ചവനോട്. ഇപ്പൊ എന്താ മുസാഫിന്റെ നടക്കണ്ടായത്? അതല്ല കഥ. ഞാൻ പോവാണ് ഇന്റെ പണി നോക്കിയാണ്ട്. ഓളിപ്പോ ഒരു മുസാഫിന്റെ നടക്കണ്ടായിക്കോ. മോളെ ഫാത്തിമ, ഇജ്ജ് ഉമ്മാനോട് പൊറുക്കണം. ഉമ്മ അടുത്ത് തെറ്റ് പറ്റിപ്പോയി. ഇനി ഉമ്മ അടുത്തുനിന്ന് അങ്ങനൊന്നും ഉണ്ടാവൂല. ഇജ്ജ് എന്റെ മോൾ തന്നെയാണ്. ഇനി എന്നെ മരോളായിട്ട് ഞാൻ കാണൂല. അത് സാരല്ലമ്മ, ഇങ്ങളെ ഞാൻ എന്റെ ഉമ്മ ആയിട്ട് തന്നെ കണ്ടിട്ടുള്ളൂ.